മരണത്തെ ഭയമില്ലാത്തൊരു പെണ്ണാണ് ഞാൻ എന്നുള്ളത് പലർക്കും അറിയാതെ പോകുന്ന ഒരു സംഭവമാണ്. എനിക്ക് നിരന്തരം ദിവസേന എന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലും, എന്നെ വെട്ടും, എന്നെ ചാക്കിലാക്കും, എന്നെ പൂച്ചനെ ചാക്കിലാക്കും പോലെ ചാക്കിലാക്കി കൊണ്ടുവച്ച് കളയും, നിഷന്റെ അനുഭവമാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് പല 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 കോളുകൾ പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് ലാസ്റ്റ് മലപ്പുറത്തുള്ള ഒരുത്തന് നമ്പർ, നമ്മുടെ യൂട്യൂബിൻ്റെ റൂൾസ് പ്രകാരം നമുക്കിതിൽ നമ്പർ കാണിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ നമ്പർ പറയാം. 85 90 05 66 08. ഇവൻ പറഞ്ഞ വോയിസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. ഇവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും, എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുക വെച്ചാൽ ഈ ഡേഷ് മോനാണ് ഉത്തരവാദികൾ എന്നുള്ളത് ഒന്ന് പ്രത്യേകിച്ചൊന്ന് പറയാണ്. കാരണം ഈ പോസ്റ്റ് ഞാൻ നമ്പർ സഹിതം പിന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്ക് എന്നോട് എന്തേത്താ ഇത്ര വൈരാഗ്യമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവന് വന്ന് വെട്ടുവന് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയുന്നത്. വരട്ടെ, വന്നോട്ടെ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ വന്നിട്ട് അവൻ എന്നെ കുത്തിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും നിഷയുടെ അനുഭവം ഉണ്ടാക്കി തരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവനായിട്ട് ഉണ്ടാക്കി തരട്ടേന്നേ. അതിന് അത്ര ഗഡ്സോനുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. മരണത്തെ പേടിയില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഞാനായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പറഞ്ഞിട്ടേ വരാവുള്ളൂ എന്ന്. അപ്പോൾ ഞാനിത് പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളത് തടുത്ത് നിർത്തും. ഇനിയിപ്പോൾ ഇവൻ തടുത്ത് നിർത്താൻ പറ്റിയിട്ടില്ല വെച്ചാൽ, ഞാനൊരു പെണ്ണും അയാളൊരാണുമാണ്, നമുക്ക് പറ്റിയിട്ടില്ല വെച്ചാൽ ഇവൻ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോയാൽ ഈ നാരി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരണമല്ലോ, സമൂഹം അറിയണമല്ലോ ഈ നാരി ഏതാണ് എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവന് മലപ്പുറത്ത് നിന്ന് ഇവിടെ വരുന്ന സമയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ റെക്കോർഡ് സഹിതം ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം, നിങ്ങൾ എന്നെ കേട്ട് നോക്കൂ. അപ്പം ഞാൻ അവന് ഇതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വിളിച്ചിട്ട് അവന് എന്നോട് മീറ്റപ്പിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത്, അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടോലെ, ഡേഷിൻ്റെ മോളെ അത് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ തുടങ്ങിയത്. അപ്പം ധൈര്യമുണ്ട്, എന്നോട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു. എനിക്ക് ആയിട്ട് പേടിയൊന്നുമില്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ജനിച്ച ഒരാൾ മരിക്കുക തന്നെ ചെയ്യും. അത് ഞാനായാലും നിങ്ങളായാലും അവനായാലും ആര് തന്നെ ആയാലും. അത് ആരുടെ കൈകൊണ്ടാണ് എന്നുള്ളത് ദൈവം തമ്പുരാൻ തീരുമാനിച്ചതായിരിക്കും. ഒരുപക്ഷെ എൻ്റെ കൈകൊണ്ട് അവനോ അവൻ്റെ കൈകൊണ്ട് ഞാനോ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഏത് തന്നെ ആയാലും അങ്ങനെ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാറിയാണ് കാരണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാണ്. അപ്പോൾ അവൻ്റെ വോയിസ് റെക്കോർഡും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നമ്പർ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ്. യൂട്യൂബിൻ്റെ റൂൾസ് പ്രകാരം നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റൂല. നമ്പർ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. 85 90 05 66 08. ഇതാണ് നമ്പർ വരുന്നത്. ഈ നമ്പർ സഹിതം കാണിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൻ്റെ അകത്തും ഞാൻ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുകയും ചെയ്യാം കേട്ടോ, ഇവൻ തന്നെയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ വോയിസ് കൂടി ഒന്ന് കേട്ട് നോക്കി, കാണേണ്ടവരൊക്കെ കണ്ടോളി. പിന്നെ അഥവാ ഞാൻ ചത്തുപോയാലേ റീത്ത് വാങ്ങുമ്പോൾ നല്ല റോസാപ്പൂ ഉള്ളത് തന്നെ നോക്കി വാങ്ങണേ. എനിക്ക് റോസാപ്പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും വരികയും ചെയ്യണം. ഓക്കെ, ബൈ. ഹലോ ഹലോ, എടി പന്നി, എന്താ എടി പന്നി, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാലോ. ആരും വലിയൊരു അമ്പയാണ് അടി. അല്ല, ഞാൻ ജസ്നയാണെന്നാ വിചാരം. ജസ്നയാണെന്നാണ് വിചാരം. മല കുറിച്ചാണ് മല പണിയോ പിള്ളേക്കട് നിർപ്പോലെ. ഇനി എന്താ പറയാനുണ്ടോ? ഇഷ്ടം പോലെ പറയാനല്ല പന്നി. മറ്റുള്ളവർക്ക് പറയിക്കണ്ട. ആയിട്ട് മര്യാദ പോലെ ഡിലീറ്റ് ആയിട്ട് നല്ലേ കണ്ടമാനം ആൾക്കാർ ഇപ്പം വിളിച്ചു. സൗകര്യമില്ലേ? ഇനി 10 കിലോമീറ്ററിനുള്ളിലുള്ളതല്ലേ, അല്ല വേറെ ഉള്ളതല്ലല്ലോ. അവിടെ ഞാൻ പിടിച്ച് ചെയ്തി തരാം. അവിടെ കിട്ടാ കറക്റ്റ് ലൊക്കേഷൻ പറയേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ. കൊയിലാണ്ടി അക്കുഡേറ്റ് പുളിയേരിക്കുന്നത്ത് ഹൗസ്. പുളിയേരിക്കുന്നത്ത് ഹൗസ് ഒന്നുകൂടി പറഞ്ഞ. കൊയിലാണ്ടി കൊയിലാണ്ടി എത്തുക.
കുറുവങ്ങാട് അക്കുഡേറ്റ് പുളിയരിക്കുന്നത്ത് ഹൗസ്, നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രത്തിന്റെ അടുത്ത് വീട്. പേര് ജസ്ന സലീം, സലീമിന്റെ ഭാര്യ. സലീമിന്റെ ഭാര്യ. ഇത് സലീമിനെ കെട്ടിയതാണോ സലീം എന്നെ കെട്ടിയതാണോ? ഞാൻ സലീമിനെ കെട്ടിയതാ, കുഴപ്പമില്ലല്ലോ. സലീമിനെ കെട്ടിയതല്ലേ? അതെ. എനിക്ക് കാലിന് രണ്ട് കാലിലടി എനിക്ക് സാധനമാണ്. ഏതായാലും നിനക്ക് അഡ്രസ് കിട്ടിയല്ലോ, നീ തന്തൊക്കെ പറഞ്ഞോനാണോ? വരും, തീർച്ചയായിട്ടും വന്നിരിക്കും, എന്തായാലും വരും. പറഞ്ഞിട്ട് വരണം കേട്ടോ. എന്തിനാ ജന കൊല്ലോ? വന്നു ഇതിനെന്ത് മൈരവരി പന്നി വന്നു നോക്കടാ. വേറൊന്നിനോട് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ബേജാറാണ്. ഇതിനടുത്ത് ഞാൻ വന്നിരിക്കും, എന്തായാലും വന്നിരിക്കും. ഉണ്ടല്ലോ എന്റെ കടിയുള്ള സാധനം ഉണ്ടല്ലേ, ഞാൻ തീർത്തില്ല. എന്നോട് മോശമായിട്ട് ഞാൻ ഇതിർക്ക് സംസാരിച്ചില്ല. എനിക്ക് മോശമായിട്ട് സംസാരിക്കാതെ എന്റെ എന്റെ ഉമ്മാന്റെ ഒന്നുമില്ല, എനിക്കാണ് കടി. തീർത്തു കൊടുത്തതിന് ശേഷം മാത്രം നീ നല്ലപോലെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് നല്ലപോലെ സംസാരിച്ചത്. എനിക്ക് വലിയ ഡയലോഗ് അടിക്കുന്ന ആരും വലിയ ഡയലോഗ് ആര് പെണ്ണാണ് ഇത്. നായ് എടി നായ് ഏത് കോലത്തിൽ ഉണ്ടായതാണോ അറിയില്ല. ഇത് ഏതെല്ലാം ഒരു കോലത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇത് നല്ലപോലെ ഉണ്ടായതോ ഞാനപ്പോ അങ്ങനെയാണെന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ റെക്കോർഡ് ഞാൻ വിട്ടരണ്ടേ, ചെയ്യണ്ടേ? ഇത് എന്ത് ചെയ്യണേ? ഞാനത് ചെയ്യാത്ത എന്റെ മാന്യതാണ്. ഇത് പിന്നെ ഇന്ത്യയുടെ ഒരാൾ നല്ലപോലെ സംസാരിച്ചു എന്നുള്ളതിൽ മറ്റുള്ളവരെ നിന്നെ വിളിച്ച് തെറി വിളിക്കുന്നത് നീ നല്ലപോലാണ് സംസാരിച്ചതെങ്കിൽ ഞാൻ നല്ലപോലെ വിളിച്ചു എന്ന് പറഞ്ഞു. ഇന്നെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാണ്ടായിരിക്കും എനിക്ക് ഓരോരുത്തർ വിളിക്കുന്നത്. മോശമായിട്ടാണല്ലോ നീ സംസാരിച്ചത്. നീ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടോ. സ്കൂൾ പോകേണ്ട സമയത്ത് മാങ്ങക്ക് കല്ലെറിയാൻ പോയിട്ട് കാര്യമില്ലായിരുന്നു. മാങ്ങ എന്റെ മറ്റേ ഇത് പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പണി. ഇതാണ് മാങ്ങ കല്ലെറിയാൻ വേണ്ടി പോയത്, കണ്ണി കണ്ടൊരു സാധനം പിടിക്കാൻ വേണ്ടി പോയിട്ടാണ്. നിന്റെ ഉമ്മ ചെയ്യുന്നത് മറ്റുള്ള സ്ത്രീകൾ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കരുതടാ. എത്രമാത്രം ധൈര്യം ഉണ്ടാവും എടി? പെണ്ണായി കിടക്കണ എനിക്ക് ഇത്ര മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആണായി കിടക്കണ എനിക്ക് എങ്ങനെ ഉണ്ടാവും? നീ ആണാന്നുള്ളത് നിന്റെ വീട്ടുകാരെ തെളിയിച്ചാ മതി, ജസ്റ്റിനെ തെളിയിപ്പിക്കാൻ നിക്കണ്ട. എനിക്കെന്ത് ഡൗട്ട് ഉണ്ട്? എനിക്ക് ഡൗട്ട് ഉണ്ടേ? റോഡുമ്മ കൂടി നടക്കുവോ? ഈ തുണി ഇങ്ങനെ നടക്കണേ. എനിക്ക് അത്ര എളുപ്പം മാനേജല്ലോ. ഇത് എത്ര നമ്പർ വെച്ചിങ്ങാണ്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഓ എനിക്കറിയാലോ, അത് മതി. വലിയ ഡയലോഗ് അടിക്കുന്ന ഞാൻ ആരോ ആയിക്കോട്ടെ. അപ്പൊ മോന് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, അഡ്രസ്സും കിട്ടിയല്ലോ. ഇനി ഇവിടെ വന്നിട്ട് കാണാട്ടോ. ചേലക്കാണ് വെച്ചിട്ട് പോടും ദേശിന്റെ